കുപ്രസിദ്ധമായ കാഫർ സ്ക്രീൻഷോട്ട് കേസിൽ വടകര കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിനായിരുന്നു ഒരു ധീര സഖാവിനെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തെ മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്തു എന്നാണ് നമ്മളിപ്പോൾ അറിയുന്നത്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചാ വിഷയമായിരുന്നു ഈ കാഫർ സ്ക്രീൻഷോട്ട്. നമ്മുടെ സ്ഥാനാർത്ഥി, അതായത് UDFൻ്റെ സ്ഥാനാർത്ഥി ഒരു മുസൽമാനാണ്. എതിർ സ്ഥാനാർത്ഥി കാഫറാണെന്നും കാഫറിന് ഈ ദീനി വിശ്വാസികൾ ആരും വോട്ട് ചെയ്യരുത് എന്നുള്ള അർത്ഥത്തിൽ ഒരു വാട്സപ്പ് പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് അത് പ്രചരിപ്പിച്ചു, അഥവാ പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് ആരോപണം. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പ്രചരണം ഉണ്ടായിരുന്നില്ല. പക്ഷേ UDFകാർ ഇങ്ങനെ ഒരു പ്രചരണം നടത്തുന്നു എന്നുള്ളൊരു പ്രചരണം നടത്തി കൂടുതൽ മതേതരന്മാരാകാൻ, അതുവഴിക്ക് എതിർഭാഗത്തുള്ള ഹിന്ദു മതവിശ്വാസികളുടെ വോട്ട് പൂർണ്ണമായിട്ടും നമ്മുടെ ടീച്ചറമ്മ എന്നറിയപ്പെടുന്ന ലോകമഹാമഹിളാ നേതാവിലേക്ക് കേന്ദ്രീകരിക്കാൻ വേണ്ടി CPMകാർ അഥവാ DYFIക്കാർ നടത്തിയ ഒരു ചെറിയ അഭ്യാസ പ്രകടനമായിരുന്നു ഇത് എന്നുമാണ് ഇപ്പോൾ പോലീസുകാർ പറയുന്നത്. സഖാക്കൾ പറയുന്ന അങ്ങനെയല്ല. മുസ്ലിം ലീഗുകാരും കോൺഗ്രസിനകത്തുള്ള മുസ്ലിങ്ങളല്ലാത്ത കോൺഗ്രസ്സുകാരും കൂടി ഗൂഢാലോചന നടത്തി ഷാഫി പറമ്പിലിൻ്റെ വിജയം ഉറപ്പാക്കാൻ വേണ്ടി ഇതുപോലെ ഒരു സാധനം ഉണ്ടാക്കി. മുസ്ലിം വോട്ടുകൾ പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടി, അതായത് UDFന് കിട്ടാൻ വേണ്ടി ചെയ്ത ഒരു കുത്തിത്തിരിവിൻ്റെ ഭാഗമായിരുന്നു എന്നാണ്. ഏതാണ്ട് ഇതുപോലെയുള്ള ആരോപണം തന്നെയാണ് പിന്നീട് പേരാമ്പ്രയിൽ സഖാവ് TP രാമകൃഷ്ണൻ അനുകൂലമായി, അഥവാ ലീഗ് സ്ഥാനാർത്ഥി ഫാത്തിമ തെഹ്ലിയക്കെതിരായിട്ട് സഖാക്കൾ ഉയർത്തിവിടാൻ ശ്രമിച്ചു. ഏതായാലും പൂച്ച പൊളിഞ്ഞു. സംഗതി പുറത്തു വന്നു. ഇത് DYFIക്കാർ തന്നെ ഉണ്ടാക്കിയതാണെന്നുള്ള കാര്യം നിയമസഭാ തെരഞ്ഞെടുപ്പിനും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വ്യക്തമായി. അത് തന്നെ പേരാമ്പ്രയിലും സംഭവിച്ചു. ഈ ഒരു പ്രചരണം അഴിച്ചുവിട്ടത് CPMകാരാണ്. അത് ഹിന്ദു വോട്ടുകൾ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ് എന്നുള്ള അറിവ് വ്യക്തമായി. വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ നടന്ന അതേ സംഭവം തന്നെ പേരാമ്പ്ര അസംബ്ലി മണ്ഡലത്തിലും ഉണ്ടായി. സംഭവം എന്ന് വെച്ചാൽ വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഉണ്ടായിരുന്ന മുസ്ലിം വോട്ടുകൾ പൂർണ്ണമായിട്ടും ഷാഫി പറമ്പിലിന് ലഭിച്ചു. അതുകൂടാതെ ഹിന്ദു വോട്ടുകളും അദ്ദേഹത്തിന് തന്നെ കിട്ടി. ഇനി ഏത് വോട്ട് ലഭിക്കാൻ വേണ്ടിയിട്ടാണോ സഖാക്കൾ ഈ പണി ചെയ്തതെന്ന് വെച്ചാൽ ആ വോട്ട് ഏറെക്കുറെ പൂർണ്ണമായിട്ടും BJPയിലേക്ക് പോയി. BJP സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ തവണ കിട്ടിയേക്കാൾ കൂടുതൽ വോട്ട് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ ലഭിച്ചു. സഖാവ് ശൈലജ ടീച്ചർക്ക് മുമ്പ് കിട്ടിയ അത്ര വോട്ട് പോലും കിട്ടിയില്ല. അങ്ങനെ ശൈലജ ടീച്ചർ വളരെ ഡീസൻ്റായിട്ട് 1,13,000 വോട്ടിൻ്റെ വ്യത്യാസത്തിൽ വടകര മണ്ഡലത്തിൽ മലന്നടിച്ചു. സത്യം പറഞ്ഞാൽ സഖാക്കൾ ആഗ്രഹിച്ചു അത് തന്നെയായിരുന്നു. കാരണം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖാവ് പിണറായി വിജയന് കിട്ടിയേക്കാൾ കൂടുതൽ വോട്ട്, കൂടുതൽ ഭൂരിപക്ഷം നമ്മുടെ ടീച്ചറമ്മയ്ക്ക് കിട്ടിയിരുന്നു. അപ്പം മുതൽക്ക് പിണറായി വിജയൻ്റെ കണ്ണിലെ കരടായിട്ട് ടീച്ചറമ്മ മാറി. അതുകൊണ്ടാണ് അവർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം കിട്ടിയിട്ടു മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തായിരുന്നത്. ഒന്നാം പിണറായി സർക്കാരിൽ ഏറ്റവും തിളക്കമേറിയ താരമായിരുന്നു ശൈലജ ടീച്ചർ. പ്രഗത്ഭരായ മന്ത്രിമാർ മറ്റ് പലരുമായിരുന്നു. അത് G. സുധാകരൻ, തോമസ് ഐസക്, AK ബാലൻ, രവീന്ദ്രനാഥ് മുതലായ ആളുകളായിരുന്നു. പക്ഷേ ഏറ്റവും തിളക്കം കിട്ടിയത്, ഏറ്റവും പബ്ലിസിറ്റി കിട്ടിയത് ടീച്ചറമ്മയ്ക്കായിരുന്നു. ടീച്ചറമ്മയാണ് കേരളത്തെ ആരോഗ്യ കേരളമാക്കി നിലനിർത്തിയിട്ടുള്ളത്. ടീച്ചറമ്മയാണ് നിപ്പയെയും എയ്ഡ്സിനെയും ക്യാൻസറിനെയും എല്ലാത്തിനും അവസാനം കൊറോണയും ഒക്കെ പ്രതിരോധിച്ചത് എന്നുമായിരുന്നു സഖാക്കന്മാരുടെ തള്ള്. നമ്മുടെ നാട്ടിലെ ആളുകളല്ലേ, അവർക്ക് ഈ തള്ള് കേട്ടാൽ ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ വിശ്വസിച്ചു. അങ്ങനെ ടീച്ചറമ്മ ഒരു മഹതിയാണെന്നും പിണറായി സഖാവിന് ശേഷം കേരളത്തെ നയിക്കാനുള്ള ശേഷിയും ശേമുഷിയും ആരോഗ്യവും സമ്പത്തും സൽസ്വഭാവവും ഒക്കെ ഉള്ളത് ടീച്ചർക്കാണെന്ന് കുറേ ആളുകളെങ്കിലും വിശ്വസിച്ചു. അതുകൊണ്ടാണ് ടീച്ചർക്ക് വലിയ ഭൂരിപക്ഷം കിട്ടിയത്. ഏതായാലും സത്യത്തിൽ ടീച്ചർ അത്ര വലിയ അത്ഭുതമൊന്നും കേരളത്തിൽ ഉണ്ടാക്കിയിട്ടില്ല, അത് വേറെ കാര്യം. എന്തുവാട്ടെ, അപ്പോൾ അതിന് തക്കതായ ശിക്ഷ കൊടുക്കണം എന്ന് വിജയൻ സഖാവ് തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കി. അത് കഴിഞ്ഞ് വടകര സീറ്റിൽ അവരെ സ്ഥാനാർത്ഥിയാക്കി. AN ഷംസീർ നിന്നപ്പോഴും തോറ്റ മണ്ഡലമാണ് വടകര. പിന്നീട് P. ജയരാജൻ മത്സരിച്ചപ്പോഴും തോറ്റ മണ്ഡലമാണ് വടകര. ഇനി ആര് തന്നെ മത്സരിച്ചാലും ജയിക്കാത്ത മണ്ഡലമാണ് വടകര. അവിടെ മുല്ലപ്പള്ളി രാമേന്ദ്രൻ മത്സരിച്ചപ്പോഴും അദ്ദേഹമാണ് ജയിച്ചത്, കോൺഗ്രസ്സാണ് ജയിച്ചത്. അത് കഴിഞ്ഞ് അതേ മണ്ഡലത്തിൽ K. മുരളീധരൻ മത്സരിച്ചപ്പോഴും അദ്ദേഹമാണ് ജയിച്ചത്. ഇനി ഷാഫി പറമ്പിൽ മത്സരിച്ചാലും അദ്ദേഹം തന്നെ ജയിക്കും എന്നുള്ള കാര്യം വേറെ ആർക്കറിയില്ലെങ്കിലും പിണറായി വിജയൻ അറിയാം, വളരെ നന്നായിട്ട് അറിയാം.
മാത്രമല്ല കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വലിയ UDF ട്രെൻഡ് വടകരയോട് തൊട്ടടുത്ത് കിടക്കുന്ന വയനാട് മണ്ഡലത്തിൽ നമ്മുടെ രാഹുൽ ഗാന്ധിയാണ് മത്സരിക്കുന്നത്. അപ്പോൾ ഏത് നിലയ്ക്കും അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ വടകരയിലും ഉണ്ടാവും, കോഴിക്കോട്ടും ഉണ്ടാവും, മലപ്പുറത്തും ഉണ്ടാവും. തീർച്ചയായിട്ടും ഒരു കോൺഗ്രസ് ട്രെൻഡായിരുന്നു, UDF ട്രെൻഡായിരുന്നു. അവിടെ ശൈലജ ടീച്ചർ മത്സരിച്ചാൽ ഇപ്പോൾ ഈ സ്ക്രീൻഷോട്ടൊന്നും ഇല്ലെങ്കിൽ പോലും അവർ തോറ്റുപോകും. അതറിഞ്ഞുകൊണ്ട് അവരെ ബലിയാടാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ബുദ്ധിയില്ലാത്ത ഡിവൈഎഫ്ഐക്കാർ അതിനേക്കാൾ വലിയൊരു ആയുധം ഉണ്ടാക്കി UDFൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തു. ഒന്നാമത് തന്നെ ഷാഫി പറമ്പിൽ വലിയ പോപ്പുലർ അപ്പീലുള്ള സ്ഥാനാർത്ഥിയാണ്. അതിന് പുറമെ ഈ ഒരു വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി അത് പ്രചരിപ്പിച്ചാൽ അദ്ദേഹത്തിന് മുസ്ലിങ്ങളുടെ ഇടയിലുള്ള സ്വീകാര്യത വർദ്ധിക്കും. അതോടൊപ്പം തന്നെ ഹിന്ദുക്കളുടെ ഇടയിലും പുള്ളിക്ക് വലിയ പിന്തുണ കിട്ടും. ഇത് അറിഞ്ഞുകൊണ്ടാണോ അറിയാതെ കൊണ്ടാണോ ഈ കൊഞ്ഞാടന്മാരായിട്ടുള്ള ഡിവൈഎഫ്ഐക്കാർ ഇത് ചെയ്തത് നമുക്കറിയില്ല. രണ്ടായാലും റിസൾട്ട് വളരെ ഗംഭീരമായി 1,13,000 വോട്ടിന് തോറ്റു. അതുകൂടാതെ ഡിവൈഎഫ്ഐക്കാർ എന്ത് ചെയ്യാൻ മടിയില്ലാത്ത നാണം കെട്ടവന്മാരാണ്, ഉളുപ്പില്ലാത്തവന്മാരാണ്, തെണ്ടികളാണ് എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി വ്യക്തമായി. ഏതായാലും ഈ ജയിലിൽ പോയ ധീരസഖാവിന് വിപ്ലവ ആശംസകൾ നേരുന്നു. അദ്ദേഹത്തെ പോലെയുള്ള ബുദ്ധിശൂന്യന്മാരുള്ളതുകൊണ്ടാണ്, വിഡ്ഢികളുള്ളതുകൊണ്ടാണ്, നാണം കെട്ടവന്മാരുള്ളതുകൊണ്ടാണ്, ഉളുപ്പില്ലാത്തവന്മാരുള്ളതുകൊണ്ടാണ് ഈ വിപ്ലവ പ്രസ്ഥാനം ഇങ്ങനെ ഇന്ന് കാണുന്ന അവസ്ഥയിലെത്തിയത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് വലിയ സിദ്ധാന്തങ്ങൾ പറയും. അന്യൻ്റെ ശബ്ദം സംഗീതമായി കേൾക്കുന്നവരാണ്, അതാണ് ഇതാണ് ഉണ്ടംപുരിയാണ് എന്നൊക്കെ പറയും. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് സത്യത്തിൽ ഓക്കാനം വരുന്നത്. ധീരസഖാക്കളെ, നിങ്ങളെപ്പോലെയുള്ളവർ വന്നപ്പോഴാണ് ഈ പാർട്ടി മുടിഞ്ഞത്. തോട്ടം മുടിയാൻ കാലത്ത് മുച്ചീർപ്പം കൊലയ്ക്കും എന്ന് കാരണവന്മാർ പറയുന്നത് വെറുതെ അല്ല. ഇതുപോലെയുള്ള വിഡ്ഢികൾ, ബുദ്ധിശൂന്യർ, നാണം കെട്ടവർ, ഉടുപ്പില്ലാത്തവന്മാർ വന്നു കഴിഞ്ഞാൽ ഡിവൈഎഫ്ഐ അല്ല, CPM അല്ല, ഏത് പ്രസ്ഥാനമാണെങ്കിലും നശിച്ച് നാമാവിശേഷവും. ഇതുകൊണ്ടാണ് ബംഗാളിൽ ഇന്ന് നമ്മുടെ പാർട്ടിക്ക് നില കിട്ടിയത്. കേരളത്തിൽ ഇത് തന്നെ അധികം വൈകാതെ സംഭവിക്കും. സംശയമുള്ളവരുണ്ടെങ്കിൽ കാത്തിരുന്നു.